അനിൽകുമാർ കൂടി CPM നേതാവ് ശ്രീ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽകുമാർ, കൂടുതൽ തെളിവുകളുണ്ട് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട്. ഇത് കൃത്യമായി തന്നെ കേന്ദ്ര RBI അടക്കം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടിയേക്കാം എന്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. CPM-നെ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബാധിക്കുന്നുണ്ടോ? ഇത്തരം വ്യാജ വാർത്തകള് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ സംഘവികാസ അടുക്കളയിൽ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ED-യുടെ കയ്യിൽ ആരെങ്കിലും ഇവിടെ പിടിച്ചിട്ടുണ്ടോ? തെളിവുകൾ ഉണ്ടെങ്കിൽ ED കരഞ്ഞുകൊണ്ട് നടക്കാണ് വേണ്ടേ? തെളിവുകളുണ്ട്. ED എന്തിനാ കരയുന്നത്? ED എന്തിനാ റിസർവ് ബാങ്ക് കത്ത് കൊടുത്തിരിക്കുന്നത്? റിസർവ് ബാങ്കിന്റെ കത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ED-ക്ക് നിയമലംഘനം കണ്ടുപിടിച്ചതിന് റിസർവ് ബാങ്കിന്റെ അനുവാദത്തിനാ. ഒരു റിസർവ് ബാങ്കിന്റെയും പിന്നാലെ അനുവാദത്തിന് നടക്കേണ്ട കാര്യമില്ല. നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തോ എന്നുള്ളതാണ്. അതിനെന്തിനാ ED റിസർവ് ബാങ്കിന്റെ പുറകെ നടക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അസംബന്ധവും കെട്ടുകഥയുമാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിശ്വഗുരു എന്ന് പറഞ്ഞ വേഷം കെട്ട് നിൽക്കുന്ന നരേന്ദ്രമോദി ഇവിടുത്തെ ED-യെ പോലുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു അന്വേഷണ ഏജൻസിയെ അധമമായി ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ദുരുപയോഗിച്ചിരിക്കുന്നു. കെജ്രിവാളിന് ജയിലിലേക്ക് വഴിവാണിച്ചു കൊടുക്കാൻ വ്യാജമായി കെജ്രിവാളിന്റെ പേര് പറഞ്ഞ് പരാതി കൊടുത്ത രാഹുൽ ഗാന്ധി കോൺഗ്രസുകാരും കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേട്ടപ്പട്ടികളെ പോലെ അവരുടെ മുന്നിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ED-യും BJP-യും SDP-യും കോൺഗ്രസും ചേർന്ന സംഘമുണ്ട്. ഈ സംഘത്തെ കേരളം പരാജയപ്പെടുത്തും. ഒരു ചുക്കും ചെയ്യാനില്ല. കരുവന്നൂരിൽ ഇത്രയും കാലം ഇവരുടെ കയ്യിലായിട്ട് പിടിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പണിയായിട്ടിറങ്ങാൻ നാണം കെട്ട പണി. കഴിഞ്ഞ കാലത്ത് ഇതുപോലെ കസ്റ്റംസുകാർ ഏതോ ഒരു നോട്ടീസ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു. AK സെന്ററിലെ വിലാസത്തിൽ അയച്ചിരിക്കുകയാണത്രേ. എന്നിട്ട് എന്താ ഇതുവരെ നോട്ടീസ് വരാത്തത്? ഞങ്ങളൊക്കെ എത്ര വേഷം കെട്ട് കണ്ടിട്ടുള്ളതാ. നരേന്ദ്രമോദിയോട് പറയണം ഈ വേഷം കെട്ടൊന്നും കേരളത്തിൽ ചെലവാകത്തില്ല. അപ്പൊ ഇത് ED-യുടെ ഒരു വേഷം കെട്ടാണല്ലേ? സീതാരാമനോട് ഇതും ED-യുടെ ഒരു വേഷം കെട്ടാണ്. അതിനപ്പുറമൊന്നും ഭയക്കാനില്ല. കാര്യങ്ങൾ സുതാര്യമാണ്. അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങളുമൊക്കെ കെട്ടുകഥയാണ് അല്ലെ? അല്ല, ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു? ഇന്നലത്തെ ചാനലുകളുടെ വാർത്ത എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. എന്തിന് ED ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നത്? അത് ഇവിടുത്തെ വകുപ്പാണ് എനിക്ക് മനസ്സിലാക്കില്ല. അല്ല, ഈ ആസ്തി പാർട്ടികളുടെ ആസ്തി വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ബോധിപ്പിക്കണമല്ലോ. അതിനപ്പുറത്തുള്ള ഒരു കണ്ടെത്തൽ ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ കോപ്പിയല്ലേ ചോദിക്കേണ്ടത്? ഇവരെന്തിനാ അങ്ങോട്ട് കത്ത് കൊടുത്തത്? അല്ല, അത് അനധികൃതമായ അതിൽ കൂടുതൽ പണം ഉണ്ടായേക്കാം, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം ഒരു പക്ഷേ. ആരന്വേഷിക്കണത്? ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാമല്ലോ. ED-യുടെ റിപ്പോർട്ട് അനുസരിച്ച്. അല്ല, ED റിപ്പോർട്ട് പരിശോധിക്കാമല്ലോ. പ്രവർത്തനം നടത്തിയാൽ അന്വേഷിക്കാൻ അധികാരം ED-ക്ക്. അതെ, ED-യുടെ റിപ്പോർട്ട് പരിശോധിക്കാമല്ലോ. കൂടുതലായി എന്തെങ്കിലും ഇത് വിഷയത്തിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ BJP-ക്ക് 4500 കോടി രൂപ പിഴ അടിക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അവരെത്ര കോടിയാ കള്ളപ്പണം? തെളിവില്ലാത്ത എത്ര കോടിയാണ് അവരുടെ കള്ളപ്പണം? ആ കള്ളപ്പണത്തിന് 4500 കോടി രൂപ അവരിപ്പോ പിഴയടിക്കണം. അവര് പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ നടക്കുക കോൺഗ്രസ് BJP. അങ്ങനെ അവരുടെ ആക്രമണത്തിന് ഇരയാകുന്ന കോൺഗ്രസുകാർ ഇപ്പൊ VD സതീശൻ പത്രസമ്മേളനം ഇടിക്ക് വേണ്ടി നിൽക്കുമെന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടത്. സതീശൻ അങ്ങനെ പറയുള്ളൂ, KPC അതേ പറയുള്ളൂ, കോൺഗ്രസ് അതേ പറയുള്ളൂ. കാരണം കെജ്രിവാളിനെ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്ത രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ ഭാര്യയുടെ കൂടെ നിലവിളിക്കുന്നത് കണ്ടു. ഇതുപോലെ രാഷ്ട്രീയമായി നിലപാടില്ലാത്തൊരു പാർട്ടി കോൺഗ്രസിനെ പോലെ ഉണ്ടോ? അവിടെ കോൺഗ്രസ് മാപ്പ് പറയണം. കെജ്രിവാളിനെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഈ BJP-യുടെ പിണിയാളായി പ്രവർത്തിച്ചതിന് രാഹുൽ ഗാന്ധി കേരളത്തോട് മാപ്പ് പറയണം, ഇന്ത്യയോട് മാപ്പ് പറയണം. അവരിപ്പോ കരുവന്നൂരുമായി ബന്ധപ്പെട്ട രീതിക്ക. നമുക്കറിയാമല്ലോ, ഇവിടെ കൽപ്പറ്റയിലെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, അവിടെ KPC-യുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ ഇബ്രാഹിം. ED അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്താ വാർത്ത വരാത്തത്? അപ്പൊ CPM-നെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇലക്ഷന് വാർത്ത ഉണ്ടാക്കണം. വാർത്ത ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ നാട്ടിലെ ജനങ്ങള് ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തി, പിന്നെന്താ ബിരിയാണി ചെമ്പ്, ഖുറാൻ, ഈ കടത്തൊക്കെ തീർന്നോ? ഇപ്പൊ ആർക്കും സമാധാനമായി. ഇപ്പൊ എന്താ അന്വേഷിക്കാത്തത്? ഇലക്ഷൻ വരുമ്പോ ഇതുപോലെ ഓരോ കേസ് കെട്ടുകഥയായിട്ട് ED ഇറങ്ങിത്തിരിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങിത്തിരിക്കും. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകളെ ജനം അറബിക്കടലിലെറിയും ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ്. അവർ വേട്ടയാടിയാൽ CPM ചുരുണ്ടുപോകല്ല, CPM കരുത്തോടെ പടരുകയാണ് ചെയ്യാൻ പോകുന്നത്. നന്ദി ശ്രീ അനിൽകുമാർ, താങ്കളുടെ പ്രതികരണത്തിന്.